കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ കുട്ടിക്കലാശമാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ വ്യക്തി അധിക്ഷേപങ്ങളിലേക്ക് വഴിമാറുന്ന കാഴ്ച ഈ അവസാന ലാപ്പിൽ കാണുകയാണ്. ഇന്ന് PV അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ മോശം രീതിയിൽ പ്രസംഗിച്ചു. രാഹുലിൻ്റെ DNA പരിശോധിക്കണം, രാഹുൽ ഗാന്ധി കുടുംബത്തിലാണോ എന്ന സംശയമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് PV അൻവർ പറഞ്ഞത്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചും രംഗത്തെത്തി. ദാവൂദ് സർ, എന്തൊരു മോശമാണിതൊക്കെ. മോശമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ ഈ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഈ വാക്തർക്കത്തെ തുടർന്ന്. അപ്പോൾ അത് തുടങ്ങിയത് ഓഫ് കോഴ്സ് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശത്തിന് കാരണമായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല, ED ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അതിന് പിണറായി വിജയൻ മറുപടി പറയുന്നു. അതിന് പിണറായി വിജയൻ നൽകിയ മറുപടിയും രാഷ്ട്രീയമായ മറുപടി തന്നെയാണ്. അതിൽ അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ മുത്തശ്ശി എന്നെ ഞങ്ങളെ പിടിച്ച് ജയിലിട്ടാണ്, 1.5 കൊല്ലമാണ് ജയിലിൽ കിടന്നത്. അന്ന് ഭയക്കാത്ത ആളുകളാണ് ഞങ്ങൾ. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു പഴയ പേരുണ്ടല്ലോ, അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. അപ്പോഴും ശ്രദ്ധിക്കണം, പിണറായി വിജയൻ ആ പേര് ഉപയോഗിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ തൊടുന്നില്ല എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ കുറച്ച് കാലമായിട്ട് K. സുധാകരനും VD സതീശനൊക്കെ ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ്. അവരാ വിമർശനം ഉന്നയിക്കുന്നതിൻ്റെ ആ ക്രക്സ് എന്താണ്, അതിലെ പോയിൻ്റ് എന്താണ്? ഇവിടെ പിണറായി വിജയനും BJP തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇതുണ്ട്. അതുകൊണ്ട് തൊടില്ല. ഇങ്ങനെ ചുമ്മാ ഡയലോഗൊക്കെ അടിക്കുന്നു, അല്ലെങ്കിൽ BJP-കാരും ഡയലോഗ് അടിക്കും, ഇവരും ഡയലോഗ്, അതൊക്കെ അഭിനയമാണ്, ഇവർ തൊടില്ല. അതിന് പല സംഗതികൾ അവർ പറയും. ലാവ്ലിംഗ് കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നതടക്കമുള്ള പലതരം ഉദാഹരണങ്ങൾ പറയും. കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്, ഭരിക്കുന്നത് CPM ആണ്. ഈ നിലക്കുള്ള രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമാണ്, മനസ്സിലാക്കാവുന്നതാണ്. VD സതീശനത് പറയാം, K. സുധാകരനത് പറയാം, നിശ്ചയം അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ഭാഗമായിട്ട് പറയണം. പക്ഷേ രാഹുൽ ഗാന്ധി ആരാ? രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ ദേശീയ തലത്തിൽ തന്നെ അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ആളാണ്. ഈ മനുഷ്യൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്. എന്താണ് ആ പ്രതിഷേധം? അവിടുത്തെ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ വഴി അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ നടന്നുള്ള പ്രതിഷേധമല്ലേ. അന്ന് ആരൊക്കെ പങ്കെടുത്തു? അതിൽ സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്നുണ്ട്, D. രാജ പങ്കെടുക്കുന്നുണ്ട്, ഈ പറയുന്ന കോൺഗ്രസ്സുകാരും CPM-കാരും നാഷണൽ കോൺഫറൻസുകാരും സമാജ്വാദി പാർട്ടി എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു പരിപാടിയിൽ അതിൻ്റെ സംഘാടക സ്ഥാനത്തുള്ള ആളാണ് ആര്? രാഹുൽ ഗാന്ധി. അപ്പോൾ അദ്ദേഹം ഇതിവിടെ വന്ന് പറയരുത്. ഞാൻ പറയുന്നത് VD സതീശനെ പറയാം, K. സുധാകരനെ പറയാം, പക്ഷേ രാഹുൽ ഗാന്ധി അത് പറയരുതായിരുന്നു. എന്നാലും അപ്പോൾ രാഹുൽ ഗാന്ധി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് അതിനോട് പ്രതികരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി പ്രതികരിച്ചു. അത് അവിടെ നിൽക്കേണ്ടതായിരുന്നു. കാരണം അടുത്ത ദിവസം തന്നെ മോഡി അത് ഉപയോഗിച്ചു. അതവർ ശ്രദ്ധിക്കേണ്ടതല്ലേ. മോഡി എത്ര സമർത്ഥമായിട്ടാണ് അതിനെ ഉപയോഗിച്ചത്. നമ്മളെ എതിരിടാൻ പോകുന്ന ആളുകൾ അവിടെ പറയുന്നത് കേട്ടില്ലേ? രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പിണറായി വിജയൻ പറയുന്നത് എന്നാണ് മോഡി പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇത് ഉത്തരേന്ത്യയിലൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് കന്യാകുമാരിയിലേക്കും കോയമ്പത്തൂരിലേക്കും പോയാൽ മതി. അവിടെ ഒരേ കാറിൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും CPI-യുടെയും കൊടി കെട്ടിക്കൊണ്ടാണ് അവിടെ പ്രചാരണം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതായിരുന്നു, അതുണ്ടായില്ല. എനിവേ, പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സെക്കൻഡ് ലെയർ ലീഡർഷിപ്പ് അത് ഏറ്റെടുത്ത് അതിനേക്കാൾ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം MB ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു, കിങ്ങിണിക്കുട്ടൻ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടേത്. PV അൻവർ പലപ്പോഴും നിലമ്പൂരിൽ വളരെ ജനകീയനായ നേതാവൊക്കെയാണ്. പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും നല്ല മിക്കപ്പോഴും സബ്സ്റ്റാൻഡേർഡാണ്. അതൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റാൻഡേർഡായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ വേദിയിൽ നിന്നിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ വളരെ മോശമായ പരാമർശം. അദ്ദേഹം ഈ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം രാഹുലിനുണ്ടോ, DNA പരിശോധിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം വഷളായ പരാമർശമാണ്. അങ്ങനെ ഒരാൾ പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു കാഡറൽ കൂടെയല്ല, അതൊരു CPM സ്വതന്ത്രനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തിരുത്തേണ്ട ഉത്തരവാദിത്വം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ തിരുത്തിയില്ലെന്ന് മാത്രമല്ല
അതിന് പിന്തുണ കൊടുക്കുകയാണ്, അതിന് എൻഡോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ, അൻവറിൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് മാപ്പാ, കിൻഡർ ജോയ്ക്ക് മാപ്പ് വേണമെങ്കിൽ ഇതാന്ന് പറഞ്ഞിട്ട് നിലമ്പൂരിൻ്റെ മാപ്പ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ് നന്ദി ചുരിയാൻ പ്രതികരിച്ചെങ്കിലും ഇല്ല, ന്യായീകരിച്ചില്ലെങ്കിലും പ്രതികരിച്ചില്ല. ഇത് അതിൻ്റെ ഒരു നിലവാരം വിട്ടു പോവുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ CPM ഇങ്ങനെ മോശം ഭാഷയിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണെങ്കിൽ അതിന് നഷ്ടം, തെരഞ്ഞെടുപ്പ് നഷ്ടം നിശ്ചയമായി LDFനായിരിക്കും. അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അങ്ങനെ തന്നെയാണോ? അല്ല, ഇത് മോശം ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് വാട്സാപ്പിൽ കിട്ടിയൊരു LDFിൻ്റെ തന്നെ ഒരു പ്രചാരണ സാമഗ്രിയാണ്. അതിൽ രാഹുൽ ഗാന്ധിയെ വിഷം എന്നാണ് വിളിക്കുന്നത്. രാഹുൽ ഗാന്ധി വിഷമാണ്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യാൻ LDF തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ഈ ഒരു സംഭവങ്ങളുടെ ഒരു ക്രോണോളജി സംശയിക്കുക. അതിൽ ആദ്യം ഈ വിഷയം, അത് രാഹുലിനെ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് പിണറായി വിജയൻ തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ചു വന്നു. അത് സംസാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിൽ LDFന് സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതല. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതുൾപ്പെടെ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി CPMന് അത് ഉന്നയിക്കാൻ പറ്റും, CPIക്ക് ഉന്നയിക്കാൻ പറ്റും, LDFന് ഉന്നയിക്കാൻ പറ്റും. വയനാട്ടിൽ മത്സരിക്കേണ്ടതുണ്ടായിരുന്നു, ആനി രാജയ്ക്കെതിരെ എന്തിനാണ് മത്സരിക്കുന്നത്, വയനാട്ടിൽ നിൽക്കുന്നതിനാണ്, ഈ കേരളത്തിൽ തന്നെ കടന്ന് ക്യാമ്പയിൻ ചെയ്യുന്നതിനാണ്, ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. പക്ഷേ അത് കടന്ന് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് BJPക്കെതിരെ സംസാരിക്കുന്ന എന്നെ പിണറായി വിജയനെ എതിർക്കുന്നത് എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്. അതിനുശേഷമാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടക്കുന്നില്ല എന്ന രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് രണ്ടും ഒഴിവാക്കേണ്ട പരാമർശമാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. പക്ഷേ LDFനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണം നടത്തുക എന്നുള്ളത് അവരുടെ ഒരു അവസാന മണിക്കൂറുകളിലെ ഒരു പ്രചാരണ രീതിയായി മാറുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ബിഗ് ഫൈറ്റിൻ്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, കേരളത്തിൽ എത്രയൊക്കെ മറച്ചു വെച്ചാലും സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു വികാരം ഉണ്ട്. അത് വ്യക്തമാണ്, ദൃശ്യമാണ്. അതിൻ്റെ കാരണം വെച്ചപ്പോൾ മോദി സർക്കാരിനെതിരെയുള്ള 10 വർഷത്തുള്ള ആൻറ്റി ഇൻകംബൻസി അത്രത്തോളം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും ഒരു ഈ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പിണറായി വിജയനെതിരായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ദേഷ്യമോ എന്നുള്ളതല്ല, ഈ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു അസംതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ട്. അത് മറികടന്ന് വേണം ഗ്രാൻഡായിട്ടുള്ള പൊളിറ്റിക്കൽ നറേറ്റീവ്സ് CPMനെ അവതരിപ്പിക്കാൻ, പ്രത്യേകിച്ചും CAA ഉൾപ്പെടെ, അതുപോലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തകർച്ച ഉൾപ്പെടെ, ജനാധിപത്യ ശോഷണം ഉൾപ്പെടെ, മോദി സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ LDFനെ അവതരിപ്പിക്കുമ്പോൾ ഇത് മറച്ചു വയ്ക്കണം. കാരണം ഇത് മറന്നു പോകണം ജനം. ഈ ഒരു ആൻറ്റി ഇൻകംബൻസി ഫീൽ ജനങ്ങൾ മറന്നിട്ട് വേണം ഈ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ അത് മറപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് UDFനെ കടന്നാക്രമിക്കുക. കോൺഗ്രസിനെ ഓൾറെഡി, അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് LDF അത് നേരത്തെ പറയുന്നുണ്ട്. അതിന് പകരം ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അതൊരു ഇമോഷണൽ സിമ്പതിയായി മാറുകയും അത് ഈ പ്രശ്നങ്ങൾ മറന്നു പോവുകയും ചെയ്യും. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ നറേറ്റീവ്സ് പറയാൻ കഴിയും, ജനങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി ഇലക്ഷന് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ, ദിവസം എണ്ണിയാൽ പോലും ഇനി രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അത്തരം മെറ്റീരിയൽസ് ധാരാളമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വരാനാണ് സാധ്യത. PV അൻവർ ഇതൊക്കെ പറയുന്നത് വെറുതെ അല്ല, അദ്ദേഹത്തിന് മുകളിൽ നിന്ന് അനുമതി കിട്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നുണ്ടാവുക. തെരഞ്ഞെടുപ്പിൽ സംസാരിക്കേണ്ടത് രാഷ്ട്രീയമാണ്. അത് വ്യക്തി അധിക്ഷേപത്തിലേക്ക് കടന്നു പോകുന്നത് വളരെ മോശം പ്രവണതയാണ്.